LSGയുടെ പാറ്റയിടൽ പരിപാടി ഇന്ന് നടന്നില്ല. രാജസ്ഥാൻ റോയൽസിൻ്റെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ട് അവരുടെ പ്ലേ ഓഫ് സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് LSG അത് തുടർന്ന് വരികയായിരുന്നു, ഇൻക്ലൂഡിങ് CSK, ഈ പാറ്റയിടൽ കലാപരിപാടി. പക്ഷേ ഇന്ന് നമ്മുടെ വൈഭവ് സൂര്യവംശിയുടെ മുമ്പിൽ പാറ്റയൊക്കെ ഓടി. അല്ല പിന്നെ ജയ്പൂർ ഹോം ഗ്രൗണ്ട് ആണെങ്കിലും രാജസ്ഥാന് ഒട്ടും ശുഭകരമല്ലായിരുന്നു അവിടുത്തെ കളികൾ ഈ സീസണിൽ. അതുകൊണ്ട് ഇന്ന് അവർ ഭയത്തോടുകൂടി തന്നെയാണ് ഇറങ്ങിയത്. ടോസ് ജയിച്ച രാജസ്ഥാൻ നമ്മുടെ ലക്നൌവിനെ ബാറ്റിങ്ങിന് വിടുമായിരുന്നു. ആസ് യൂഷ്വൽ അവരുടെ ഓപ്പണേഴ്സ് കിട്ടിലൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി. എസ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷാണ് ആദ്യ സമയങ്ങളിലൊക്കെ ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് അടി തന്നെയായിരുന്നു. 8 ഓവറിൽ 109 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്. പിന്നെ അതായത് 12 ഓവറിൽ 150 മേലെ റണ്ണുണ്ട്. പക്ഷേ 20 ഓവർ കഴിഞ്ഞപ്പോൾ 220 ഉള്ളൂ. 235, 250 ആ റേഞ്ചിലേക്ക് സ്കോർ പ്രതീക്ഷിച്ചതാണ്. അവസാന ഓവറുകളിൽ നമ്മുടെ ഋഷഭ് പന്തൊക്കെ വന്നിട്ടേ എന്താ പറ്റിപ്പോയ പുള്ളിക്ക് ഇല്ലേ. ഒരു 1-2 സിക്സൊക്കെ ഒന്ന് അടിച്ചെങ്കിലും ഒരു പ്രതീക്ഷയില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇയാളെ കൊണ്ടൊന്നും പറ്റില്ല. എത്ര ബോളാണ് ബീറ്റ് ചെയ്ത് പോകുന്നത്, എത്ര ബോളാണ്. ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 ബോൾ ബാറ്റേ കൊള്ളുന്നില്ല. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. അതായത് സ്കോർ ഉയർത്താൻ കഴിയുന്നില്ല. അത് തന്നെ ഇന്ന് 35 റണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. എന്ത് കാര്യം. അവസാനം വന്നിട്ട് ഈ 140, 150 സ്ട്രൈക്ക് അടിച്ചിരുന്നെങ്കിൽ കാര്യം 200 മേലെ വരണം സ്ട്രൈക്ക് റേറ്റ്. ഈ ഋഷഭ് പന്തിൻ്റെ ഇന്നിങ്സ് കണ്ടിട്ട് മിച്ചൽ മാർഷും ലാസ്റ്റ് ആയപ്പോൾ ഡൗൺ ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കും അടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, സെഞ്ചുറിയും പോയി. ഏതായാലും 221 ചേസ് ചെയ്തിറങ്ങിയ രാജസ്ഥാനിൻ്റെ മക്കളെ സ്റ്റാർട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരെന്നൊക്കെ പറഞ്ഞാൽ അതാണ് യശസ്വി ജയ്സ്വാൾ, സൂര്യവംശിയൊക്കെ. അതൊക്കെ കണ്ട് പഠിക്കുക ചിലർ. പറ്റില്ലെങ്കിൽ ഓപ്പണിങ്ങിൽ നിന്ന് മാറുക, സെക്കൻഡ് ഡൗണോ തേർഡ് ഡൗണോ ഒക്കെ ആയിട്ട് ഇറങ്ങുക, വേറെ ആരെങ്കിലും ഓപ്പണിങ്ങിന് വിട്ടുക. കാരണം ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. എസ്പെഷ്യലി T20യിൽ ചുമ്മാ ടുക്കു അടിച്ചുകൊണ്ടിരുന്നാലോ സിംഗിൾ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഇമ്പോർട്ടൻറ്റ് മാച്ചസിലൊക്കെ ആഞ്ഞാഞ്ഞ് വീശണം. അതാണ് ജയ്സ്വാളും സൂര്യവംശിയും ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ജയ്സ്വാൾ. സൂര്യവംശിക്ക് ആദ്യം കുറച്ചൊരു ടൈമിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ജയ്സ്വാൾ അടിയായിരുന്നു. ആടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓവറിൽ നമ്മുടെ ആകാശ് സിംഗിനെ ആണ് തൂക്കിയത് 23 റൺസ്. ഏതാ ആകാശ് സിംഗ്? നമ്മുടെ ചെന്നൈക്കെതിരെ നമ്മുടെ സഞ്ജുവിനെയും ഉർവിൽ പട്ടേലിനെയും ഗെയ്ക്വാദിനെയും എല്ലാം എടുത്തിട്ട് മറ്റേ കടലാസം പൊക്കി പിടിച്ചുകൊണ്ടിരുന്നവനുണ്ടല്ലോ, അവനെ ഇന്ന് നോക്കി അടിയായിരുന്നു രാജസ്ഥാൻ മൊത്തത്തിൽ. അങ്ങനെ ജയ്സ്വാൾ പോയതിനു ശേഷം പിന്നെ ജുറലുമായിട്ട് സൂര്യവംശിയുടെ ഒരു പ്രകടനം. ജുറലിനോട് സൂര്യവംശി പറഞ്ഞു, ഭയ്യാ എനിക്ക് സിംഗിൾ എടുത്ത് തന്നാൽ മതി, മേ കദം ഖറൂങ്ക സബ് ഖ എന്ന് പറഞ്ഞിട്ടാണ് അടി. 6. ഫാസ്റ്റ് ബോളർ ഒന്നില്ല, സ്പിന്നർ ഒന്നില്ല, യവനെ അടിച്ച് തൂക്കുക, അടിച്ച് ഗ്രൗണ്ടിൻ്റെ വെളിക്കളയാം. ഇനിയും ഞാൻ ഈ 15 പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാണ് നാണക്കേട്. ഇനി നമ്മളൊരു കളിക്കാരൻ, കാരണം എല്ലാ സ്റ്റാൻഡേർഡും പുള്ളി പാർ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ലോകോത്തര ബോളർമാരെയും അടിച്ച് ഗ്രൗണ്ടിന് വെളിയിലിട്ടുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ ഇപ്പോൾ താനാണെന്ന് നമ്മുടെ അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മത്സരം ക്രിസ് ഗെയിലുമായിട്ടാണ്. ഒരു മിനി ക്രിസ് ഗെയിലാണ്. അല്ലാതെ ഇവിടെ നമ്മൾ ഇന്ത്യക്കാരുമായിട്ടൊന്നും പുള്ളിനെ താരതമ്യം ചെയ്യേണ്ട. ഒരു മിനി ക്രിസ് ഗെയിലാണ്. പലതും ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡുമായിട്ടാണ് സാമ്യം. ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി IPLലാണെങ്കിലും പുള്ളിയുടെ ആഗ്രഹവും ക്രിസ് ഗെയിലിൻ്റെ റെക്കോർഡ് തകർക്കുക എന്നുള്ളതാണ്. തകർക്കും. ഇപ്പോൾ ഇതാ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ചിരിക്കുന്നത് ക്രിസ് ഗെയിലാണ്, 59 6. സൂര്യവംശി 53 ഇനി ഒരു മത്സരം ഇതിനകത്ത് ബാക്കിയുണ്ട്. ലീഗിൽ പ്ലേ ഓഫിലെത്തിയാൽ വീണ്ടും മാച്ച് കിട്ടും. മിക്കവാറും ഗെയിലിൻ്റെ ആ റെക്കോർഡ് തകരും. പിന്നെ ഒരു ഇന്നിങ്സിൽ 10 അതിലധികമോ 6 മൾട്ടിപ്പിൾ ടൈംസ്, അതായത് 4 പ്രാവശ്യമാണ് ക്രിസ് ഗെയിൽ അടിച്ചേക്കുന്നത്. അതാണ് റെക്കോർഡ്. സൂര്യവംശി 3 എന്ന് പറയുമ്പോൾ 2 സീസണിലാണ്. ക്രിസ് ഗെയിൽ കുറേ സീസൺ കളിച്ച്. അപ്പോൾ സൂര്യവംശിയുടെ മത്സരം ക്രിസ് ഗെയിലുമായിട്ടാണ്. നെക്സ്റ്റ്, അതായത് നമ്മൾ ക്രിസ് ഗെയിലിനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, യൂണിവേഴ്സൽ ബോസ് എന്നല്ലേ. അപ്പം നമ്മുടെ സൂര്യവംശിനെ നമുക്ക് യൂണിവേഴ്സൽ മിനി ബോസ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. യെസ്, ഓഫ് കോഴ്സ്. സൂര്യവംശിൻ്റെ ആ ഒരു അടിപ്രകടനത്തിൽ LSG ഒരു ബോളേഴ്സിനും മറുപടി ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ആകാശ് സിംഗിനായാലും മോസിൻ ഖാനായാലും ദിഗ്വിജയ് ശാർത്തിക്കായാലും ഒരുത്തരും. പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലത്തെ ഋഷഭ് പന്തിൻ്റെ ക്യാപ്റ്റൻസി. ഇത്രയും പൂവർ ക്യാപ്റ്റൻ. അതായത് ഗെയ്ക്വാദിനേക്കാളും താഴെയാണ് ഋഷഭ് പന്തിൻ്റെ സ്ഥാനം ക്യാപ്റ്റൻസിയിൽ. പുള്ളിക്ക് അറിയത്തില്ല ക്യാപ്റ്റൻസി. ഫീൽഡിങ് ഇപ്പോൾ സെറ്റാക്കുന്നൊക്കെ അബദ്ധം. മൊത്തത്തിൽ കണ്ടില്ല, എന്തോരം ഡബിൾസാണ് രാജസ്ഥാൻ ബാറ്റ്സ്മാൻമാർ ഓടിയെടുത്തതെന്ന്. കഴിവില്ലായ്മ.
അതുകൊണ്ടൊക്കെ തന്നെയാണ് ടെസ്റ്റിൻ്റെ വൈസ് ക്യാപ്റ്റൻസി ഋഷഭ് പന്തിൻ്റെ അടുത്ത് മാറ്റിയതെന്ന്. ഏതായാലും LSGക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഓൾറെഡി ഔട്ടായതല്ലേ, ചുമ്മാ പാറ്റയിട്ട് കളിക്കാമെന്ന് ഓർത്തതാണ്. പക്ഷേ പാറ്റ വീണില്ല. ആ പാറ്റ വീണു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ കഞ്ഞിയിലല്ല, ചെന്നൈയുടെ കഞ്ഞിയിൽ. ചെന്നൈയുടെ സാധ്യത രാജസ്ഥാൻ ജയിച്ചോടുകൂടി വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെയും കുറ്റം പറയണ്ട, അവനവനെ പറഞ്ഞാൽ മതി. ഇന്നലെ ജയിച്ചായിരുന്നെങ്കിൽ കയറി വരായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പം ചെന്നൈയുടെ കാര്യം മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി നമ്മൾ ഈ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജസ്ഥാൻ തോക്കണം എന്നാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ വൈഭവ് സൂര്യവംശിൻ്റെ അടിയൊക്കെ കാണുമ്പോൾ നമ്മൾ വേണ്ട ചെക്കൻ അടിക്കട്ടെ. ലാസ്റ്റ് സെഞ്ചുറി എടുക്കാതെ ഔട്ടായപ്പോൾ ഒരു വിഷമായിരുന്നു. അപ്പം ഇന്നത്തെ രാജസ്ഥാൻ്റെ ജയത്തോടുകൂടി ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 7 മത്സരങ്ങളിലും തോൽവറിയാതെ നിന്ന പഞ്ചാബ് കിങ്സ് ടോപ്പ് 4ൽ നിന്ന് ഇപ്പം ഔട്ടായിരിക്കുകയാണ്. 5ാമതായി. 4ാം സ്ഥാനത്തേക്ക് രാജസ്ഥാൻ റോയൽസ് കയറിയിട്ടുണ്ട്. ഇനി അവർക്ക് ഒരു മത്സരം കൂടി ഉണ്ട്, അത് ജയിച്ചാൽ രാജസ്ഥാൻ ടോപ്പ് 4. പഞ്ചാബിന് ഒരു മത്സരം കൂടിയുണ്ട്, അത് ജയിച്ചാൽ 15 ആവും. പക്ഷേ രാജസ്ഥാൻ്റെ മത്സരത്തിന് വെയിറ്റ് ചെയ്യണം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 2 മത്സരമുണ്ട്, 2ഉം ജയിച്ചാൽ 15 ആവും. പക്ഷേ രാജസ്ഥാൻ റോയൽസ് അടുത്ത കളി ജയിച്ചാൽ അവർക്കതൊരു വിഷയമില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ടോപ്പ് 4ൽ ഏറ്റവും കൂടുതൽ സാധ്യത, മീൻസ് 4ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത രാജസ്ഥാൻ റോയൽസിന് തന്നെ.